അല്ലെങ്കിൽ ഇന്ന് അവിടം വരെ ഞാൻ കേൾക്കേണ്ടി വന്നത്. മൂട്ടി ട്രെയിൻ പോയി. ഹായ്, എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ പുതിയൊരു വ്ളോഗിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും വീണ്ടും സ്വാഗതം. അതിരാവിലെ ഞാനും അമ്മ ഒരു യാത്രയ്ക്ക് പോവാണ് കേട്ടോ. ഇപ്പൊ തന്നെ സമയം എത്രയാ മൂട്ടി? 7:22 അല്ലേ. ഇന്നത്തെ യാത്ര നമ്മൾ ഇവിടെ തുടങ്ങിയാണ്. നിങ്ങൾ കൂടെ ഉണ്ടാവുക, നമുക്ക് പോയാലോ? ഓക്കെ, നമ്മൾ ഇന്നത്തെ വ്ളോഗ് അങ്ങ് തുടങ്ങാൻ വേണ്ടി പോവാണേ. കേട്ടാ, വേഗം വരാം. ബൈ. ഗാറിക്ക് ഞങ്ങളിവിടെ പോകുമ്പോഴത്തേന് ഭയങ്കര ഒരു വിഷമം, കാരണം മമ്മി ഇവിടെ ഇല്ല. അപ്പം അതിൻ്റെ ഒരു സീനുണ്ട്. അപ്പം നമ്മൾ വിട്ടേക്കാണ്. ബൈ. നമ്മുടെ നാട്ടിൽ അതിരാവിലെയൊക്കെ യാത്ര ചെയ്ത് പോകുമ്പോഴത്തേന് ഭയങ്കര തണുപ്പാണ് കേട്ടോ. നമ്മുടെ വണ്ടിയിൽ കയറാൻ കുറച്ച് കഷായം കൂടെയാണ് എനിക്കല്ല, കുതിരപ്പുറത്ത് കയറുന്ന ഒരു ഫീലാണ്. ഇനി സമയമില്ല, ഇനി നമുക്ക് പട്ടേന്ന് പറഞ്ഞ് റെയിൽവേ സ്റ്റേഷനിൽ എത്തണം. നമ്മൾ എവിടെ പോകുമ്പോഴും ഉണ്ടല്ലോ, ഇവിടെ വന്ന് നമ്മൾ പ്രാർത്ഥിച്ചിട്ടൊക്കെ പോകത്തുള്ളൂ കേട്ടോ. അങ്ങനെതാ നമ്മൾ റെയിൽവേ സ്റ്റേഷനിൽ എത്തിയിട്ടുണ്ട് കേട്ടോ. ഞങ്ങൾ ഉദ്ദേശിച്ചു വളരെ നേരത്തെ എത്തി അല്ലേ അമ്മൂട്ടി? ഞങ്ങൾ ഭയങ്കര സ്പീഡിലൊന്നും അല്ല വന്നത്, രാവിലെ ആയതുകൊണ്ട് നല്ല സ്മൂത്ത് ആയിട്ട് വന്നത്. പക്ഷെ നട്ടുച്ചക്കൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഒരു രക്ഷയില്ല കേട്ടോ. തൊടാമാങ്കാടി ആടി വെച്ചു. പക്ഷെ ഞങ്ങൾ ഇവിടെ വന്നപ്പോഴത്തേന് വേറൊരു പണി കിട്ടി. എന്താ പറയുക, ഞങ്ങൾ വന്നിറങ്ങി ചെന്നൈ എഗ്മോർ ഉണ്ടായിരുന്നേ ട്രെയിന്, അത് കറക്റ്റ് പാസ്സായി പോവുകയും കൂടെ ആയിരുന്നേ. അതുകൊണ്ട് ഒരു ജസ്റ്റ് ഒരു 5 മിനിറ്റ് മുന്നേ അല്ലേ, 5 മിനിറ്റ് വന്നിട്ടുണ്ടായിരുന്നു നമുക്ക് സംഭവം കിട്ടിയേനെ കേട്ടോ. ഇവ നമ്മളെ വണ്ടി ഇതാ ഇവിടെ പാർക്ക് ചെയ്തേക്കുന്നത് കേട്ടോ. ഇതാ വണ്ടി ഇവിടെ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ടിക്കറ്റ് എടുത്തിട്ടുണ്ട് കേട്ടോ. നമ്മൾ ഇതുവരെ ഇവരോട് പറഞ്ഞില്ലല്ലോ നമ്മൾ എങ്ങോട്ടാ പോകുന്നത്. അപ്പൊ നമ്മൾ ഇതുവരെ പറഞ്ഞില്ലല്ലോ നമ്മൾ എങ്ങോട്ടാ പോകുന്നതെന്ന്. ഞങ്ങള് ഇന്നത്തെ യാത്ര എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കോഴിക്കോടേക്കാണ് കേട്ടോ. ഏകദേശം ഒരു 3 വർഷത്തിന് ശേഷമാണ് കേട്ടോ ഞാൻ പോകുന്നത്. പിന്നെ അതുപോലെ തന്നെ എനിക്ക് കുറെ മെമ്മറീസും ഉണ്ട്, അതെല്ലാം അമ്മൂനെ ഇന്ന് കാണിക്കണം. പിന്നെ ഈ റെയിൽവേ സ്റ്റേഷനിൽ വരുമ്പോൾ തന്നെ എനിക്ക് മെയിൻ ആയിട്ടുള്ള ഒരു സംഭവം എന്താ പറയുക, നമ്മുടെ ഈ റെയിൽവേ സ്റ്റേഷനിൽ വരുമ്പോഴത്തേന് ഇവിടെ ഈ പരസ്യത്തിന്റെ ഒക്കെ പാട്ടില്ലേ, ഭയങ്കര രസമാണ് കേട്ടിരിക്കാൻ. അത് കോട്ടയത്തെ കാണാണേ, പക്ഷെ അത് ഞങ്ങൾക്ക് ഇതുവരെ കാണാൻ പറ്റിയിട്ടില്ല. പക്ഷെ അത് വേറെ എവിടെ നമുക്ക് പോസ്റ്റ് ചെയ്യാനും പറ്റത്തില്ല, അത് വേറൊരു ടീമിന്റെ ആയതുകൊണ്ട്. അപ്പൊ നമ്മൾ ഇനി ട്രെയിൻ കയറട്ടെ കേട്ടോ. അങ്ങനെ നമ്മളിതാ ട്രെയിൻ കയറിയിട്ടുണ്ട് കേട്ടോ. പൊട്ടത്തേക്കുണ്ടല്ലോ ട്രെയിൻ ഇങ്ങനെ പാസ് ചെയ്യുമ്പോഴത്തേന് എന്താ പറയാ, എല്ലാവർക്കും ഉണ്ടാവും. അങ്ങനെ ആരെങ്കിലും ഉള്ളവർ അതെ കമന്റ് ചെയ്ത കേട്ടോ. അല്ലെ ട്രെയിൻ ഇങ്ങനെ ഓടുന്നത് പണ്ട് ചെറുപ്പത്തില് എന്നോടൊക്കെ പറഞ്ഞിട്ടുണ്ട്, ഈ ട്രെയിൻ രാത്രിയിലേക്ക് യാത്ര ചെയ്യുന്നത് ആ ഒരു സമയത്ത് വരുന്നത് ട്രെയിനിന്റെ ലൈറ്റിലേക്ക് നോക്കരുത് ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ എനിക്കറിയത്തില്ല, തല ഇറങ്ങും എന്നൊക്കെ പറയും ചെറുപ്പത്തില് യാത്ര ചെയ്യുന്നത്. അപ്പൊ ഇങ്ങനെ ട്രെയിൻ വരുമ്പോൾ താഴേക്ക് ഇങ്ങനെ നോക്കി നിൽക്കും. അങ്ങനെ അനുഭവം ഉള്ളവരൊക്കെ ഉണ്ട് കമന്റ് ചെയ്ത കേട്ടോ. ഓക്കെ, 11:30 ആയപ്പോഴത്തേനും നമ്മള് കോഴിക്കോട് റെയിൽവേ സ്റ്റേഷനിൽ എത്തി. ഇപ്പൊ നമ്മൾ നിൽക്കുന്നത് കോഴിക്കോട്ടിലെ ഫേമസ് ആയിട്ടുള്ള മിഠായി തെരുവിലാണ് കേട്ടോ. ഞാനും അമ്മൂട്ടി വന്ന് നിൽക്കുന്നത്. ഫസ്റ്റ് ടൈമാണ് ഞങ്ങൾ രണ്ടുപേരും ഒരുമിച്ച് ഈ മിഠായി തെരുവിലൂടെ നടക്കുന്നത് കേട്ടോ. അവിടുത്തെ പല സംഭവങ്ങൾ കാണുമ്പോഴത്തേനും അമ്മൂട്ടിക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു ചെറിയ പിടി ഞാൻ അതൊന്ന് മാനേജ് ചെയ്ത് പോണ്ടിരിക്കുന്നു. അതുകൊണ്ടാണ് ഈ പിടുത്തം ഇവിടെ ഞാൻ വിടാത്തത് കേട്ടോ. പിന്നെ ഞങ്ങൾക്ക് ഇവിടെ വരുന്നതിന് മെയിനായിട്ടൊരു ഉദ്ദേശമുണ്ട്. അപ്പൊ ഞങ്ങൾ വലിയൊരു പ്ലാനിങ് ആണ്. അപ്പൊ ഞങ്ങളിപ്പോ അങ്ങോട്ടേക്കാണ് കേട്ടോ പോകുന്നത്. എല്ലാ സാധനം മേടിച്ച് അവിടെ എത്തുമ്പോഴേക്കും പൈസ കംപ്ലീറ്റ് കഥ മുതാവാഹയാക്കും. അതുകൊണ്ട് ഞാൻ എന്നെ തന്നെ ഒന്ന് കെയർ ചെയ്യേണ്ടിയിരിക്കണം. ഇതുവഴി പോകുമ്പോഴത്തേനുണ്ടല്ലോ അപ്പുറത്തേന്ന് ഇപ്പുറത്തേന്നുള്ള ഷോപ്പുകാരൊക്കെ ഇങ്ങനെ വിളിച്ചുകൊണ്ടിരിക്കുക, ടോപ്പിന്റെ റേറ്റ്, ചെരുപ്പിന്റെ റേറ്റ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇത് പിടുത്തം ഇച്ചിരി കുറയുന്നുണ്ടോ എന്ന് ഡൗട്ട് ഉണ്ട്. അപ്പൊ വരുന്നവരെ ഒരു സൈക്കോളജിക്കൽ അപ്രോച്ചാണ്. എന്ത് പറയുന്നത്, കണ്ടിട്ട് മേടിക്കാൻ തോന്നുന്നുണ്ട്. ഇത് കാണുമ്പോ തന്നെ എല്ലാരും പറയും ദുഷ്ടനായ ഞാൻ ഇതൊന്നും മേടിച്ചു കൊടുക്കുന്നില്ലല്ലോ. വെയിലാണെങ്കിൽ എല്ലാരും വരുന്നുണ്ട്. ഏകദേശം ഒരു 3 വർഷമായി കേട്ടോ. ഞാൻ 3-3.5 വർഷത്തോളം കഴിഞ്ഞു ഞാനിപ്പോ ഇവിടെ വന്നിട്ട്. ഒരുപാട് മാറ്റങ്ങൾ വന്നിട്ടുണ്ട് കേട്ടോ. ഞങ്ങൾ ഇവിടെ വന്ന ആവശ്യങ്ങളൊക്കെ കഴിഞ്ഞു കേട്ടോ. കുറച്ച് പർച്ചേസിംഗ് ഒക്കെ കഴിഞ്ഞു. ഇവിടെ വരുമ്പോഴത്തേന് എനിക്ക് ഒരുപാട് നൊസ്റ്റാൾജിയ ഉണ്ട്. എനിക്ക് ഒരുപാട് മെമ്മറീസ് ഉണ്ട് കോഴിക്കോട്. എനിക്കൊന്നുമില്ല അതുകൊണ്ട് ഞാനിവിടെ വരുമ്പോഴത്തേന് ഓരോ കാര്യങ്ങൾ ഇവർക്ക് പറഞ്ഞു കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. ഇനി എനിക്ക് ഒരുപാട് മെമ്മറി തരുന്ന ഒരു സ്ഥലത്തേക്കാണ് കേട്ടോ അമ്മൂട്ടിനെ കൊണ്ടുവന്നത്. നമ്മൾ ഇതുപോലെ നടന്ന് വ്ലോഗ് ചെയ്യുമ്പോഴത്തേന് പല ആൾക്കാരും നമ്മൾ അതുവഴി ഇതുവഴി എല്ലാം പോകുമ്പോഴത്തേന് ഇവരെന്താ ചെയ്യുന്നത് ചിന്തിക്കും. നിനക്ക് ചമ്മല് തോന്നാറുണ്ടോ? ഇല്ല. കാര്യം നമുക്ക് പറ്റിയ ടീം തന്നെ. പണ്ടൊക്കെ ഞങ്ങള് വ്ലോഗ് തുടങ്ങിയ സമയത്തൊക്കെ അങ്ങനത്തെ ഒരു സീൻ ഉണ്ടായിരുന്നല്ലേ, ഇങ്ങനെ നമ്മൾ വീഡിയോ എടുത്ത് പോകുമ്പോൾ ആദ്യമൊക്കെ വ്ലോഗ് ചെയ്യുമ്പോൾ ചെറിയ ചമ്മലൊക്കെ ഉണ്ടായിരുന്നു. അപ്പം ഇത് കണ്ട് ഒരു ചമ്മലും ഇല്ല. ഇവിടെ ആരും അറിയത്തില്ലല്ലോ. അതെ.
അങ്ങനെ നമ്മള് കോഴിക്കോട് ബീച്ചിൽ എത്തിയിട്ടുണ്ട് കേട്ടോ. ഞാൻ എന്തിനാ ഇവിടെ വരെ അമ്മൂട്ടിനെ കൊണ്ടുവന്നത് എന്താ അറിയോ, വ്ലോഗിംഗ് ഒക്കെ തുടങ്ങുന്ന ആ ഒരു കാലഘട്ടം ഇവിടെ വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പൊ ഈ ഒരു ഏരിയയിലാണ് ഞാൻ വർക്ക് ചെയ്തത്. അപ്പൊ അമ്മൂട്ടി ആ വീഡിയോ ഒക്കെ കണ്ടിട്ടുണ്ടെങ്കിൽ അമ്മൂട്ടിക്ക് ഒരു ചലഞ്ച് ചെയ്തതാണ്. ഈ ഒരു ഏരിയയിലാണ് ഞാൻ വർക്ക് ചെയ്തത്. ആ ഒരു സ്ഥാപനം അമ്മൂട്ടിക്ക് ചുറ്റും കാണിക്കാവുന്നതാണ്. എങ്ങനെ മനസ്സിലായി? ഈ ബീച്ച് എന്ന് പറഞ്ഞിട്ടുണ്ട്. ഞാൻ ഒരുപാട് നാളിന് മുന്നേ, അതായത് കൊറോണയ്ക്കൊക്കെ മുന്നേ വർക്ക് ചെയ്തത് ഇവിടെയാണ് കേട്ടോ. ഇവിടെ വന്നപ്പോ നല്ല കാറ്റും തിരയും അടിക്കുന്നേയും അതുകൊണ്ടൊരു സമാധാനമുണ്ട്. ഈ ചൂടാണെങ്കിലും കാറ്റടിക്കുമ്പോ സുഖം. എനിക്ക് കോഴിക്കോട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരുപാട് കിടിലെ മെമ്മറീസ് ഉണ്ട് കേട്ടോ. ഇവിടെ വരുമ്പോഴത്തേന് എനിക്ക് അതൊക്കെയാണ് ഓർമ്മ വരുന്നത്. എനിക്കത് ഓർമ്മയുണ്ടോ? പറഞ്ഞിട്ടില്ല വൈകുന്നേരം ഇവിടെ വന്നിരുന്നിട്ടുണ്ടോ? അതെ തന്നെ. ഞാൻ ഇവിടെ വിളിക്കാറൊക്കെ ഉള്ളതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ ഒരു ഭാഗത്ത് അവിടെ ഒരു കണ്ടില്ലേ, അവിടെ നിന്നാണ് കേട്ടോ ഇരുന്ന് ഇവിടെ വിളിക്കുന്നത്. അന്ന് അമ്മു ഇവിടെ ഇല്ലായിരുന്നു, അമ്മു ഗൾഫിലായിരുന്നേ. അപ്പൊ ആ ഒരു സമയത്ത് ഞാൻ ഇവിടെ ഇരുന്നിട്ടാണ് വിളിക്കാറൊക്കെ ഉള്ളത് കേട്ടോ. പിന്നെ ഞാനിങ്ങനെ പറയാം, ഒന്നും കേൾക്കുന്നില്ല, തിരയടിച്ചിട്ട് കേൾക്കുന്നില്ല എന്നൊക്കെ പറയും. അതന്നെ സംഭവം. ഈ ഒരു ഭാഗം കണ്ടില്ലേ, ഇവിടെ ഞാൻ രാവിലെ വന്നിട്ട് ഒന്ന് ഫ്രഷ് ആവാൻ വേണ്ടിട്ടൊക്കെ ഇരിക്കും കേട്ടോ. പിന്നെ ഒരുപാട് ഫ്രണ്ട്സ് ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ, അവരൊക്കെ ഭയങ്കര മിസ് ചെയ്യുന്നുണ്ട്. ഇവിടെ എന്ന് വെച്ചാൽ നൈറ്റ് ആണ് വൈബ്, അടിപൊളിയായിരിക്കും. കാരണം നൈറ്റ് ആണ് ഇവിടെ ആംബിയൻസും കാര്യങ്ങളും. വേണ്ട ചേച്ചി, കൈ പ്രാവശ്യം നോക്കി. എന്റെ കൈ നോക്കിയിട്ടുണ്ട് കേട്ടോ. അമ്മൂട്ടിയുടെ കൈ നോക്കിയ വീഡിയോ നമുക്ക് ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നു. അത് സീരിയസാ. നിങ്ങൾക്ക് ആ വീഡിയോ കാണണമെങ്കിൽ ഞാൻ അത് ഡിസ്ക്രിപ്ഷനിലോ കമന്റ് ബോക്സിലോ എവിടെയെങ്കിലും പിൻ ചെയ്ത് വെച്ചാൽ കയറി കാണും കേട്ടോ. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്നെ പറ്റിയിട്ടും അമ്മൂനെ പറ്റിയിട്ടും അമ്മൂനെ പറ്റിയിട്ടും പറഞ്ഞ എല്ലാ സംഭവങ്ങളും അതിനകത്തുണ്ട്. കോഴിക്കോടിൽ നല്ല ഫുഡ് എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എത്തിയതാണ്. എനിക്ക് പാകയില്ല, ഇന്ന് വെള്ളിയാഴ്ച ആയതുകൊണ്ട് പല കടയും ഇന്ന് അടവാന്നാണ് ഇപ്പൊ നമ്മൾ ഈ ഓട്ടോയിൽ പോലെ ചേട്ടൻ പറഞ്ഞു തരുന്നത്. അതാണ് അവിടുത്തെ ഒരു ഫേമസ് ആയിട്ടുള്ള ഒരു ഹോട്ടലാണ് പാരഗൺ എന്ന് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ അവിടെ നിന്ന് ഫുഡ് കഴിക്കാന്ന് വിചാരിച്ചു. അവിടെ ചെന്നപ്പോഴത്തേന് ഒടുക്കത്ത് തള്ളു. നമ്മൾ വണ്ടിയിൽ നിന്ന് ഇറങ്ങിയിട്ട് പോലില്ല. സാരമില്ല രമണ, എന്താണ് ഈ അവസ്ഥയിൽ പറയുന്നത്? അയ്യോ കിട്ടി കേട്ടോ, എനിക്ക് സമാധാനമായി. നിങ്ങൾ വിചാരിക്കരുത് കോഴിക്കോട് വന്ന് ഇത്ര വലിയ ടൗണിൽ വന്നിട്ട് ഇതൊന്നും കണ്ടില്ലേ കേട്ടില്ലേ ഫുഡൊന്നും അതായത് ഹോട്ടലൊന്നും കണ്ടില്ലേ എന്ന് പറയരുത്. കാരണം നമുക്ക് ടൈം അത്രേ ഉള്ളൂ, അതാണ് മെയിനായിട്ട് വേണം. അവസാനം ആ ചേട്ടൻ തന്നെ നമുക്ക് സ്ഥലം കാണിച്ചു തന്നെ കേട്ടോ. അമ്മൂട്ടിക്ക് സമാധാനമായി. അല്ലെങ്കിൽ ഇന്ന് അവിടം വരെ ഞാൻ കേൾക്കേണ്ടി വന്നത്. എനിവേ ഞാൻ കഴിക്കട്ടെ കേട്ടോ. അപ്പം കഴിച്ചിട്ട് കാണാം. അമ്മൂട്ടി ട്രെയിൻ പോയി. ഇന്നെല്ലാം അബദ്ധങ്ങളാണല്ലോ കൈ സംഭവിച്ചിട്ട്. എന്റെ മിസ്റ്റേക്ക് ആയിരുന്നു കേട്ടോ. അതായത് അമ്മ പറഞ്ഞ് കറക്റ്റ് ഇവിടെയാണ്. അപ്പൊ എന്റെ ഒരു വീക്ഷണ കോണവും വെച്ചിട്ട് ഞാനൊന്ന് മാറ്റി പിടിച്ചതാണ്. സോറി, നമ്മള് ആകെ പെട്ടുപോയിട്ടോ. അമ്മൂട്ടി എങ്ങനെയുണ്ട് എന്റെ തീരുമാനം? എങ്ങനെയുണ്ട് എന്റെ തീരുമാനം? ഓടി വന്നപ്പോഴത്തേന് അതിന്റെ ബാക്കിലുള്ള പുള്ളിക്കാരത്തെ ഇങ്ങനെ പച്ച പൊടി ഇങ്ങനെ കാണിച്ചോണ്ടിരിക്കുകയാണ്. ട്രെയിൻ പോയിക്കൊണ്ടിരിക്കുകയാണ്. അവര് നിർത്തിയില്ല കേട്ടോ. അപ്പൊ ഞങ്ങൾ ഇനി കുറച്ച് നേരത്തേക്ക് ഇവിടെ പോസ്റ്റ് റിസ്ക് എടുക്കുന്നില്ല, ഞങ്ങൾ ഇവിടെ പോസ്റ്റ് ആണ് അല്ലേ. അങ്ങനെ വന്നു നമുക്കുള്ള ട്രെയിൻ ഇതാ പൊടി മാറ്റിക്കൊണ്ട് വരുന്നത്. ഭയങ്കര പൊടി കേട്ടോ. അപ്പൊ ഞങ്ങൾ ഇനി നേരെ നമ്മുടെ നാട്ടിലേക്ക് വരിക കേട്ടോ. അങ്ങനെ ഇതാ നമ്മൾ നമ്മുടെ നാട്ടിലെത്തിയിട്ടുണ്ട് കേട്ടോ. അത് പോയി. ഇന്നത്തെ നമ്മുടെ ഈ ഒരു യാത്രയുടെ പ്രത്യേകത എന്താന്ന് അമ്മൂട്ടിക്ക് പറയാൻ പറ്റും? നല്ല വെയിലായിരുന്നു. സ്വാഭാവികം, അത് എല്ലായിടത്തും ഉള്ളതാണ്. ഈ പൊട്ടത്തേക്ക് ഒരു കിണ അറിയത്തില്ല. നമ്മൾ ഇന്നത്തെ യാത്ര തുടങ്ങിയപ്പോഴത്തേനും ഉണ്ടല്ലോ, തുടങ്ങിയപ്പോഴത്തേനും നമ്മൾ ഓടി വന്നപ്പോഴും ഒരു ട്രെയിൻ മിസ്സായിപ്പോയി. അവിടുന്ന് നമ്മൾ തിരിച്ച് റിട്ടേൺ വരുമ്പോഴത്തേനും മിസ്സായി. ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, അതുപോലെ ഇന്നത്തെ ഈ ഒരു ദിവസം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങളുടെ ലൈഫിൽ ഞങ്ങളൊരു സ്റ്റെപ്പ് കൂടെ വെക്കുകയാണ്. ഒരു പുതിയൊരു ചുവടുവെപ്പ് എന്നൊക്കെ പറയാം. അതിൻ്റെ അപ്ഡേഷനൊക്കെ ഇനിയുള്ള വീഡിയോസിലൊക്കെ ഞങ്ങൾ പറഞ്ഞു തരാം. അതുപോലെ തന്നെ എനിക്ക് ഏറ്റവും കൂടുതൽ മെമ്മറി തന്നൊരു സ്ഥലമാണ് കോഴിക്കോട്. അപ്പോൾ അവിടുത്തെ കുറേയധികം കാര്യങ്ങൾ അമ്മൂനോടൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇനി ഒരുപാട് സ്ഥലങ്ങളൊക്കെ ഇവിടെ കാണിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ടുണ്ട് കേട്ടോ. ഞങ്ങൾക്ക് കുറച്ച് സമയം ഉള്ളത് കൊണ്ട് ഉള്ള സ്ഥലങ്ങളൊക്കെ കാണിച്ചു കൊടുത്തു. അപ്പോൾ ആ ഒരു സ്ഥലങ്ങളൊക്കെ വീണ്ടും കണ്ട് ഞങ്ങൾ വന്നു. നമ്മുടെ നാട്ടിലെത്തി. നല്ലൊരു ആംബിയൻസ് ആണ്, നല്ലൊരു അറ്റ്മോസ്ഫിയർ ആണ്. ഇനി ഞങ്ങൾ ഈ ഒരു വീഡിയോ വൈൻഡപ്പ് ആക്കുകയാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യണം, അതുപോലെ കമൻറ്റ് ചെയ്യണം. നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ നമ്മുടെ ഒരു വ്ളോഗിൽ രേഖപ്പെടുത്തണം അല്ലേ. അപ്പോൾ നമുക്ക് വീഡിയോ വൈൻഡപ്പ് ചെയ്യാം. ബൈ ബൈ.